നോമ്പിനെ കുറിച്ച് ചോദിച്ചാൽ പണ്ടൊക്കെയായിരുന്നു നോമ്പുകാലം എന്നും പറഞ്ഞ് മലപ്പുറത്തുകാർ വിവരിക്കാൻ തുടങ്ങും. അതിന്റെ കാരണം നനച്ചുകുളി, അടച്ചിട്ട ഹോട്ടലുകൾ തുടങ്ങി അങ്ങനെ പലതും ഇന്ന് വിസ്മൃതിയിലേക്ക് മായുകയാണ്. നോമ്പുകാലം മലപ്പുറത്തുകാർക്ക് പറഞ്ഞു തീരാത്ത ഗൃഹാതുരത്വമാണ്. ആത്മീയതയും മതസൗഹാർദ്ദവും ബന്ധങ്ങളും അരക്കിട്ടുറപ്പിക്കുന്ന ഒരു മാസം. പത്തു വർഷം മുമ്പ് അന്യദേശക്കാർ ആരെങ്കിലും നോമ്പിന് ഈ നാട്ടിൽ വണ്ടിയിറങ്ങിയാൽ പച്ചവെള്ളം പോലും കിട്ടിയിരുന്നില്ല. കാരണം നോമ്പുകാലത്തെ അതിന്റെ എല്ലാ പരിശുദ്ധിയോടെയും കാത്തുസൂക്ഷിക്കാൻ മറ്റു മതസ്ഥരും ആവുന്നത്ര ശ്രമിച്ചു. എന്ത് പ്രതിസന്ധിയെയും ഒറ്റക്കെട്ടായി നേരിടുന്ന മലപ്പുറത്തുകാർക്ക് പോയ നോമ്പുകാലങ്ങൾ വെറുമൊരു നോമ്പല്ല, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, ബന്ധങ്ങൾക്ക് മാതൃകയായി തീർന്ന ഒരു ജനത തന്നെയാണിവർ. ഈ നോമ്പുകാലത്ത് മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. മുരിങ്ങയിലയും ഉണക്കമീനും പത്തിരിയും നാടൻ കോഴിക്കറിയുമെല്ലാം മണക്കുന്ന പഴയ നോമ്പുകാലമാണ് പ്രായമായവർക്കിഷ്ടം. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും ചിന്തിക്കാനാവില്ല. പെരിന്തൽമണ്ണ മാനത്തുമംഗലം റോഡരികിൽ 13 വർഷമായി സമൂസ വിൽക്കുന്ന അബൂബക്കർ പറയുന്നതും പച്ചവെള്ളം കൊണ്ട് മാത്രം നോമ്പു തുറന്നിരുന്ന ഒരു കാലത്തെക്കുറിച്ചാണ്. എല്ലാവരുടെ വീട്ടിലും സമൂസയും ബത്തക്കയും ഫ്രൂട്ടും മറ്റുള്ളതും മറിച്ചുള്ളതും അങ്ങനെയല്ലേ സാഹചര്യമായി മാറി. പഴയ കാലത്തു നിന്നൊക്കെ മാറിയെന്ന് മാത്രം. ഇപ്പൊ എല്ലാവിധ പരിപാടിയും ഒക്കെ ഗൾഫ് മോഡലായി. ബദരീങ്ങളുടെ ആണ്ടുനേർച്ച ദിവസമായ നോമ്പ് 17-നും 27-ാം രാവിനും മാത്രമായിരുന്നുവത്രേ അന്ന് പത്തിരിയും ഇറച്ചിക്കറിയും വീടുകളിൽ ഉണ്ടാക്കുക. തേക്കിലയിൽ പൊതിഞ്ഞുകൊണ്ടുവരുന്ന ഇറച്ചി ഓർമ്മിക്കാത്ത ഒറ്റ മലപ്പുറംകാരനും ഉണ്ടാവില്ല. എന്തിനധികം കോഴിക്കോട്ട് നിന്നും വന്നിരുന്ന കാരക്കയും ഈത്തപ്പഴവും സമ്പന്ന വീടുകളിൽ മാത്രം ഒതുങ്ങി. ഫിത്ർ സക്കാത്ത് എന്ന് നിർബന്ധിത ദാനത്തിനൊപ്പം നൽകുന്ന അരിയുടെ കൂട്ടത്തിൽ 1-2 ഈത്തപ്പഴവും നൽകി. അങ്ങനെ നോമ്പു തുറക്കുമ്പോൾ ഒരു ഈത്തപ്പഴത്തെ 7-8 ചീളുകളാക്കി അവർ സ്നേഹവും പങ്കുവച്ചു. നോമ്പുകാലത്തെ വരവേൽക്കുന്നത് ഇവിടത്തെ മുൻതലമുറയ്ക്ക് 3 മാസത്തോളം നീളുന്ന പ്രക്രിയയാണ്. മൺവീടുകളുണ്ടായിരുന്ന കാലഘട്ടത്തിൽ മണ്ണും കരിയും തേച്ചുമെഴുകണം. പൊട്ടിപ്പൊളിഞ്ഞ തിണ്ണകൾ നേരെയാക്കണം. വസ്ത്രങ്ങളായ വസ്ത്രങ്ങളെല്ലാം പുഴയിലോ കുളത്തിലോ മുക്കി കഴുകണം. അരി, മുളക്, മല്ലി, മഞ്ഞൾ എന്നിവ ഉരലിലിട്ട് ഇടിച്ചു വെക്കണം. നനച്ചുകുളി എന്നാണ് ഇതറിയപ്പെടുന്നത്. പുതിയാപ്പിളമാരെയും പള്ളിയിലെ കാസിയെയും കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദിനെയും മാത്രം നോമ്പു തുറപ്പിക്കും. ഇഫ്താർ സംഗമങ്ങൾ കേട്ടുകേൾവി പോലുമില്ല. പള്ളിയിൽ വെച്ച് ഒരു നോമ്പുതറ ഇല്ല. ബ്രോയിലർ കോഴി മാർക്കറ്റ് അടക്കി വാഴാൻ തുടങ്ങുന്നതിന് മുമ്പ് നാടൻ കോഴികൾ പുതിയാപ്പിളമാർക്ക് മാത്രമായി അറുത്തുപോന്നു. മൺചട്ടിയിൽ ചുട്ടെടുക്കുന്ന പത്തിരിയും ഇറച്ചിക്കറിയും ലോകോത്തര വിഭവങ്ങളായിരുന്നു അന്ന്. അങ്ങനെ മുണ്ടുമുറുക്കിയെടുത്ത് മലപ്പുറത്തുകാർ നോമ്പിനെ വരവേറ്റിരുന്ന കാലത്താണ് റവന്യൂ ഉദ്യോഗസ്ഥയായി ശാന്ത കോട്ടയത്ത് നിന്നും മലപ്പുറത്തെത്തുന്നത്. പാലക്കാട് ഡെപ്യൂട്ടി കളക്ടറായി 2000-ൽ വിരമിച്ച ശാന്ത പിന്നീട് നാട്ടിലേക്ക് തിരിച്ചുപോയില്ല. കാരണം തന്റെ മക്കൾ മലപ്പുറത്തുകാരാണെന്ന വിശ്വാസം പോകാൻ മനസ്സ് വിസമ്മതിച്ചു. ശാന്തയുടെ മൂത്ത മകൻ കിഷോർ കുമാർ കുട്ടിക്കാലം തൊട്ടേ നോമ്പെടുക്കാനും തുടങ്ങിയിരുന്നു. അതിന്റെ സാഹചര്യം ശാന്ത തന്നെ പറയും. ഇവിടുത്തെ സംസ്കാരത്തോടാണ് നമുക്ക് കൂടുതൽ താല്പര്യവും പ്രത്യേകതയും തോന്നും. മറ്റുള്ള മാതിരിയല്ല. സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ജനസമൂഹമാണ് മലപ്പുറം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതല്ലേ കേരളത്തിൽ നിന്ന് തെക്കുന്നൊക്കെ ഉദ്യോഗസ്ഥർ വന്നാൽ അവരൊക്കെ തന്നെ ഇവിടെ വീടുകൾ വെച്ച് അധികവും താമസിക്കുന്നില്ല. പിന്നെ അതെന്ന് വെച്ചാൽ ഈ മതത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യേകമായ ഒരു സംസ്കാരം ഉള്ളത് കൊണ്ടാണ് മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയും. കിഷോറിന്റെ ജീവിത പങ്കാളിയായി വന്ന ഇടുക്കി സ്വദേശിനി ഷിജോയും നോമ്പുകാരിയായി മാറി. മലപ്പുറത്തിന്റെ മതമൈത്രി തകർക്കാൻ പല പരിഷ്കാരികളും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും വിലപ്പോവില്ല. കാരണം അത്രയ്ക്കും സുദൃഢമാണ് ബന്ധങ്ങൾ. നോമ്പുകാലമായാൽ അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നു. ഇന്ന് നാടിന്റെ മുക്കിലും മൂലയിലും വരെ മാർബിൾ പതിച്ച നിസ്കാര പള്ളികളും ജുമ നിർവഹിക്കാനുള്ള പള്ളികളുടെയും നിർമ്മാണം തകൃതിയായി നടക്കുന്നു. 10 പേർക്കാണെങ്കിലും പള്ളികൾ നിർമ്മിക്കുന്നത് ഫാഷനായോ എന്ന് തോന്നും.
പക്ഷേ പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദിൽ ഉച്ചഭാഷിണി വന്ന് വർഷങ്ങളായിട്ടും നോമ്പു തുറക്കാനുള്ള മഗ്‌രിബ് ബാങ്ക് വിളിക്കും മുമ്പ് കതിനവെടി പൊട്ടിക്കുന്നത് 100 വർഷം പിന്നിട്ടിട്ടും നിർത്തിയിട്ടില്ല. കൗതുകകരമായ വസ്തുത, കഴിഞ്ഞ 43 വർഷമായി ഇവിടെ കതിന പൊട്ടിക്കാൻ എത്തുന്നത് അമുസ്ലിമായ പരിയാണിയാണ്. പള്ളിയുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു തീരുമ്പോഴേക്കും പരിയാണിക്ക് കണ്ണീരടക്കാനായില്ല. ആയിരങ്ങൾ നോമ്പ് തുറക്കുന്ന ഒരു സംഗതിയാണത്. അപ്പോൾ അവിടെ ഞാൻ എനിക്ക് നടക്കാൻ പറ്റുന്നിടത്തോളം കാര്യം ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ മനസ്സിൻ്റെ. പഴമ വിളിച്ചോതുന്ന വണ്ടൂർ പള്ളിക്കുന്ന് വലിയ ജുമാ മസ്ജിദിന്റെ പൂമുഖത്ത് ഇസ്ലാമിക ദർശനത്തിലെ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. ഈ വാക്കുകൾ അന്വർത്ഥമാക്കുന്നത് ഇവിടെ ഒരിക്കലും ഉച്ചഭാഷിണി ഉപയോഗിക്കാത്തതിലൂടെ തന്നെയാണ്. പകരം 120 വർഷങ്ങൾ പിന്നിട്ടിട്ടും നമസ്കാര സമയവും അത്താഴ സമയവും അറിയിക്കുന്നത് നഗാരയടിച്ചും കതിന പൊട്ടിച്ചുമാണ്. ബലി കൊടുക്കുന്ന മൃഗത്തിന്റെ തോൽ ഉപയോഗിച്ചാണ് വലിയ ചെണ്ടയുടെ ആകൃതിയിലുള്ള നഗാര നിർമ്മിച്ചിരിക്കുന്നത്. തെങ്ങിൻ പൂക്കുലത്തണ്ട് ചെണ്ടക്കോലായും ഉപയോഗിക്കും. ബാങ്ക് സമയമായാൽ 10 മിനിറ്റോളം നീളുന്ന നഗാരയടിയാണ്. ഇന്ന് കാലം മാറി, ദാരിദ്ര്യവും. 1970കളുടെ തുടക്കത്തിൽ മലപ്പുറത്തുകാരും ഉരുകയറി അറേബ്യൻ നാടുകളിലെത്തി. മൺവീടുകൾ പതിയെ മൺമറഞ്ഞു. മലപ്പുറത്തുകാരുടെ തീന്മേശയിൽ ഇറച്ചിയും പത്തിരിയും പഴവർഗ്ഗങ്ങളും മെല്ലെ സ്ഥാനം പിടിക്കുകയായി. 90കളുടെ ആദ്യത്തിൽ ബിരിയാണിയും കടന്നുവന്നു. അങ്ങനെയൊരു നോമ്പു സൽക്കാരത്തിന് ആദ്യം ബിരിയാണി പരീക്ഷിച്ച മാപ്പിളപ്പാട്ടിലെ അതികായൻ VM കുട്ടി താൻ നാണം കെടാതെ രക്ഷപ്പെട്ട ഒരിക്കലും മറക്കാത്ത അനുഭവം പങ്കുവച്ചു. പരിഷ്കാരം വന്നതിന് ശേഷം ഒരിക്കലും എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നമ്മൾ പ്രാവശ്യം ബിരിയാണി ആക്കുക, ബിരിയാണിക്ക് വെപ്പുകാരനെ തന്നെ കൊണ്ടുവരണം. അങ്ങനെ ഞാനിവിടെ ഒരു 10-40 ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം ഭാര്യ ഓടി വന്നിട്ട് ഒന്ന് വരിയെന്ന് പറഞ്ഞാൽ അടുക്കളയ്ക്ക് ഒരു വല്ലാത്ത വാസനാണ് ബിരിയാണി ചെമ്പുന്നത്. ബിരിയാണി ആകെ കരിഞ്ഞു പോയിരിക്കുന്നു, വെപ്പുകാരൻ മുങ്ങി, ആകെ മാനം കെടുക. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ കുട്ടികളൊക്കെ ഒത്താശക്കാരുണ്ട്, അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഉടനെ കാറെടുത്തിട്ട് ഇപ്പൊ കൊണ്ടോട്ടിയിലേക്ക് വിട്ടു. അവസാനമാകുമ്പോഴേക്കും മലപ്പുറത്തുകാർ നോമ്പുകാലത്തും സൽക്കാരപ്രിയരായി. പുതിയാപ്പിള സൽക്കാരം, അമ്മായിയമ്മ സൽക്കാരം തുടങ്ങിയ പേരുകളിൽ നോമ്പു സൽക്കാരവും ഏറ്റെടുത്തു. അപ്പോഴേക്കും ഇവിടെ ഒന്ന് ഏറെക്കുറെ നഷ്ടപ്പെട്ടു. മറ്റൊന്നുമല്ല, രാത്രികാല പ്രഭാഷണങ്ങൾ. നേരം വെളുക്കോളം ഉറക്കൊഴിച്ച് വേലയേക്കാൻ പോവും. ഇപ്പത്തെ കാലത്തെ മാതിരിയല്ല. അന്ന് കുട്ടികളെയൊക്കെ തോളിലിട്ട്, ഞാനൊക്കെ എത്രയോ എന്റെ കുട്ടീനെ, ചെറിയ കുട്ടീനെ തോളിലിട്ട് പോയി തെങ്ങിന്റെ ഒട്ടൊക്കെ കൊണ്ടുപോയി കടത്തി വേലയേക്കാൻ പോയി. പക്ഷേ നഷ്ടപ്പെട്ട കാഴ്ചകളെല്ലാം പുതുരൂപത്തിൽ പിറവിയെടുക്കുന്നുണ്ട്. പൊന്നാനിയിൽ നിന്നും കോട്ടക്കലിലേക്കുള്ള വഴിമധ്യേ ആലത്തിയൂരിൽ വെച്ച് ഒരു പുതിയ നോമ്പു കാഴ്ച ഞങ്ങൾ കണ്ടു. ടാർപോളിൽ മറച്ച ടെന്റിനകത്ത് LCDയിൽ CD വെച്ച് മതപ്രഭാഷണം കേൾക്കുന്നവരാണിവർ. സ്ത്രീകളില്ല, പുരുഷന്മാർ മാത്രം. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ പലതാണെന്ന് കാരണവന്മാർ അടക്കം പറഞ്ഞു. ഒന്ന്, രാത്രി ഉറക്കമൊഴിക്കേണ്ട, പ്രഭാഷകരെ കൊണ്ടുവരാനും ഒപ്പം സംഘാടകർക്കും പണം കൊടുക്കേണ്ട, ബക്കറ്റ് പിരിവില്ല, കോഴി, തേങ്ങ, തേൻ, മുട്ട തുടങ്ങിയവയുടെ ലേലം വിളികളും കേൾക്കണ്ട, അവസാന പ്രാർത്ഥന വരെ നിൽക്കണ്ട, ഇഷ്ടമുള്ളപ്പോൾ എണീറ്റ് പോകാം. കാലമെത്ര മാറിയാലും നോമ്പുകാലമായാൽ മാറ്റമില്ലാത്ത ഒന്ന് സജീവമാകുന്ന കാലിച്ചന്തകളാണ്. ഇറച്ചി ഉപഭോഗം കൂടുന്നതും നോമ്പുകാലത്ത് തന്നെ. മലപ്പുറത്തെ കാലിച്ചന്തകളിൽ നിന്നാണ് മലബാറിലെ മറ്റു ജില്ലകളിലേക്ക് കാലികളെ കൊണ്ടുപോകുന്നത്. നോമ്പുകാലമായാൽ ഇന്നും മാറ്റമില്ലാത്ത കാഴ്ച ഒന്ന് കാലിച്ചന്ത തന്നെയാണ്. ആന്ധ്രാപ്രദേശ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കാലികൾ മലബാറിലെ ചന്തകളിലെത്തുന്നത്. നിയമം കർശനമാക്കിയതോടെ കാലികളെ അതിർത്തിയിൽ നിന്നും റാന്തലും തൂക്കി നടത്തിക്കൊണ്ടുവന്നിരുന്നപ്പോൾ കേട്ട കുളമ്പടി ശബ്ദവും ചാട്ടവാറയുടെ ശബ്ദവും ഓർമ്മകൾ മാത്രമായി. നാട്ടിൻപുറത്തെല്ലാം പോത്തിറച്ചി എല്ലാ ദിവസവും തൂങ്ങി നിന്നു. മലബാറിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പോത്തുകച്ചവടക്കാരെത്തി. അങ്ങനെ ഇറച്ചിയും പത്തിരിയും മലബാറുകാർക്ക് പുത്തരിയല്ലാതായി. മതമൈത്രിയുടെ പര്യായപദമാണ് പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട്.
ബാബരി മസ്ജിദ് തകർന്ന ദിവസം പോലും ലോക മുസ്ലിമീങ്ങൾക്ക് മാതൃകയായ ആചാര്യന്മാർ. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സംയമനത്തിന്റെയും പാതയിൽ വിശ്വാസികളെ എന്നും ഉറപ്പിച്ചു നിർത്തിയ പാണക്കാട്ടെ തങ്ങന്മാരുടെ നോമ്പുകാലം ഓർമ്മിച്ചെടുക്കുകയാണ് കൊടപ്പനക്കലിലെ ഇളം തലമുറക്കാരൻ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. പാണക്കാട് കൊടപ്പനക്കൽ തറവാടിനെ ഒഴിച്ചു നിർത്തിയൊരു നോമ്പോർമ്മകൾ മലപ്പുറത്തുകാർക്കില്ല. ഇവിടത്തെ ഒരു മണി അരിക്കും സ്നേഹവാക്കുകൾക്കും ജാതിമത ഭേദമന്യേ ആളുകൾ എക്കാലത്തും ഈ മുറ്റത്തെത്തി. റംസാനിൽ മറ്റു പരിപാടികളെല്ലാം വെട്ടിക്കുറച്ച് കഴിയുന്നതും പ്രാർത്ഥനയിൽ തന്നെ മുഴുകാനാണ് ഈ വീട്ടിലുള്ളവർ ശ്രമിക്കുക. تنزيل الكتاب لا ريب فيه من رب العالمين. ഓരോ ദിവസവും പ്രത്യേകം ഇഫ്താർ ഉണ്ടാകും. അതിൽ എല്ലാ ജാതിക്കാരും ഉണ്ടാകും. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എല്ലാ ജില്ലകളിലും ഇഫ്താറിന് കൂടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മാതാവിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട്ടെ കൊയിലാണ്ടിയിലെ നോമ്പുതുറയാണ് എന്നും ഇഷ്ടം. കാലക്രമേണ കോഴിക്കോട്ടുകാരായ ബീവിമാർ ഈ തറവാടിന്റെ മരുമക്കളായി എത്തിയതോടെ കോഴിക്കോടൻ വിഭവങ്ങൾ തങ്ങളുടെ തീന്മേശയിലെത്തിയതും തമാശയോടെ ഓർക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ ഭാര്യമാരൊക്കെ അധികം കോഴിക്കോട് ജില്ലയിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിഭവങ്ങൾ ഏകദേശം ആ ഒരു രീതിയിലേക്ക് കൾച്ചർ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതെ, അത് കൊയിലാണ്ടിയാണ്. മുസ്ലിം ലീഗ് നേതാവും പാർലമെന്റ് അംഗവുമായ എ.ടി. മുഹമ്മദ് ബഷീർ തന്റെ ഓർമ്മയിൽ പച്ചപിടിച്ചു നിൽക്കുന്ന നോമ്പുകാലം പങ്കുവച്ചു. കുട്ടിക്കാലം തൊട്ട് നോമ്പു നോറ്റു തുടങ്ങിയ എ.ടി. ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും ഒറ്റ നോമ്പ് പോലും ഒഴിവാക്കിയിട്ടില്ല. മതമൈത്രി ഊട്ടിയുറപ്പിക്കുന്ന ഇഫ്താറിനെ കുറിച്ച് ഇ.ടി. ഇപ്പൊ നോമ്പ് കാലത്ത് വരുന്ന ഇഫ്താർ പരിപാടികൾ നമ്മുടെ നാട്ടിൽ ഒരു നല്ല ഒരു എന്താ പറയുക ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു സംഗതി കൂടിയായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലായിടത്തും ഇങ്ങനെ ആൾക്ക് പണ്ട് ഒത്തുകൂടാനുള്ള പല സംഗതികളും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് കുറഞ്ഞതിന്റെ ആ ഗ്യാപ്പ് കൂടി ഈ ഇഫ്താർ പരിപാടികളിലൂടെ പരിഹരിക്കപ്പെടുകയാണ്. ഇനി അത്ര രസകരമല്ലാത്ത നോമ്പുകാല കാഴ്ചകളാണ്. പാണ്ടിക്കാട് നിന്നും മഞ്ചേരിയിലേക്കുള്ള യാത്രാമധ്യേ നോമ്പു തുറക്കാൻ 20 മിനിറ്റ് ബാക്കി നിൽക്കെയാണ് നെല്ലിക്കുത്ത് വെച്ച് ഞങ്ങൾ സഫിയയെയും സുഹൃത്തുക്കളെയും അപ്രതീക്ഷിതമായി കണ്ടത്. സമ്പന്നർ തന്റെ സമ്പാദ്യത്തിന്റെ 2.5% നിർബന്ധമായും നൽകിയിരിക്കേണ്ട സക്കാത്ത് വിഹിതം വാങ്ങാൻ രാവിലെ മുതലേ ഇറങ്ങിയതാണിവർ. വീടുകളിൽ ചെല്ലുമ്പോൾ ഇല്ല എന്ന മറുപടി വേദനയോടെ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബാക്കി സഫിയ പറയും. ഇല്ല, കൊടുക്കുന്നില്ല എന്ന് പറയാം. പള്ളി കമ്മിറ്റിക്ക് കൊടുക്കുകയാണെന്ന് പറയുള്ളൂ. ഇങ്ങനെ കൊടുക്ക വേണ്ടത് അവര്, പക്ഷെ അവര് തരുന്നില്ല, അല്ലെങ്കിൽ പള്ളിയിലേക്ക് കൊടുത്തു എന്ന് പറയും. പള്ളികളിൽ ഏൽപ്പിക്കുന്നത് നിശ്ചയമായും കിട്ടാൻ അർഹതയുള്ളവർ. പിന്നെന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന ചോദ്യം ഉണ്ടായേക്കാം. അതിനും മറുപടിയുണ്ട്. കിട്ടുന്നില്ല. കുറെ ആൾക്കാർ കിട്ടുന്നുണ്ട്, പല ഭാഗമുള്ള ആൾക്കാർക്ക് കിട്ടും. പക്ഷെ അതിൽ നമ്മൾ പെടാത്ത ആൾക്കാരുണ്ട്, ഉൾപ്പെടാത്ത ആൾക്കാരും ഉണ്ടാവും. അതാണ് നമ്മളിതിന് കൈയേട്ടാൻ വരുന്നത്. അത് നമ്മൾ വരില്ല. ആഗ്രഹിച്ചിട്ടല്ല ഇവർ കൈനീട്ടുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറയേണ്ടി വന്നതെന്ന സാഹചര്യത്തിൽ സക്കാത്ത് വിഹിതം പള്ളിയിൽ ഏൽപ്പിക്കുന്നവർ അത് അർഹിക്കുന്നവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഹിതപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. ദാരിദ്ര്യത്തിന് ലോകത്തെവിടെയും ഒരു മുഖമാണ്. തീരദേശ മേഖലയിലെ നോമ്പുകാലം കൂടി വരച്ചിടാതെ മലബാറിലെ നോമ്പുകാലം പൂർണ്ണമാകില്ല. പൊന്നാനി തീരദേശത്തെ ഈ ഓലക്കുടിലുകളിൽ തിങ്ങിപ്പാർക്കുന്നത് മുസ്ലിങ്ങളാണ്. തീരദേശത്തെ നോമ്പുകാല ഓർമ്മകൾക്ക് എന്നും ഒറ്റ ഫ്രെയിമേയുള്ളൂ. നോമ്പനുഭവങ്ങളെയും വിഭവങ്ങളെയും കുറിച്ച് ചോദിച്ചപ്പോൾ ജിലാനി നഗറിലെ ആസ്യ ഞങ്ങളെ നിന്നുതിരിയാനിടമില്ലാത്ത അടുക്കളയിലേക്ക് കൊണ്ടുപോയി. നോമ്പു തുറക്കാൻ പേരറിയാത്ത എന്തോ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നു. പച്ചക്കറി കൊണ്ടാണ് ഒഴിച്ചുകറി. പലഹാരങ്ങളും പഴവർഗ്ഗങ്ങളും ഇറച്ചി വിഭവങ്ങളും എന്തിനധികം വാഴപ്പഴം പോലും ഇവരുടെ മെനുവിലില്ല. ഇഫ്താറുകളുമില്ല. കടലമ്മ കണിഞ്ഞാലും കിട്ടുന്ന തുക 1 കിലോ ഇറച്ചി വാങ്ങാൻ പോലും തികയില്ല. നമ്മളോട് അതിനുള്ള കഴിവൊന്നുമില്ല. നമ്മ അത്താഴത്തിന് പിടിച്ച് കുറുമ്പേക്കോ തിരുമ്പ മീനും അത് എന്നെ മാരിവിക്ക് ചായ കുടിച്ച് നോമ്പ് പറഞ്ഞപ്പോ ഞാൻ ഒന്നും കുടിക്കൂല. നമ്മിപ്പോ 10 ആളോട് പറഞ്ഞ മോളെ നമ്മക്കൊരാളും തരുമൊന്നുമില്ല. അതൊക്കെ ഞമ്മ സബൂർ ചെയ്യാം. അതിലല്ലാവൂ നമുക്കൊരു ഫലമാകും. അല്ലെ നമ്മങ്ങനെ ഞാൻ വെച്ചിട്ടില്ല, ഞാൻ തിന്നത് ഞങ്ങളെ കഷ്ടപ്പാടാണ് എന്നൊന്നും ഇപ്പൊ ഒരാളോട് പറഞ്ഞാൽ പറ്റൂല. വറുതിക്ക് തീ പിടിച്ച കാലം. നോമ്പായാലും പെരുന്നാളായാലും തീരദേശ മുസ്ലിങ്ങൾക്ക് എല്ലാം ഒരുപോലെയാണ്. വിപണിയിൽ കൊട്ടിഘോഷിക്കുന്ന വിവിധ പലഹാരങ്ങളും പഴവർഗ്ഗങ്ങളും എന്തിനധികം ഇഫ്താർ വിരുന്നുകൾ പോലും ഇവിടെ അത്യപൂർവമാണെന്ന് നോമ്പുതുറ ആഘോഷമാക്കുന്നവർ അറിയുന്നത് നന്നായിരിക്കും. മലബാറിലെ പ്രവാസികളാണ് എന്നും ഇവിടുത്തെ നോമ്പുകാലം അതിന്റെ എല്ലാ തീക്ഷ്ണതയോടെയും മനസ്സിൽ താലോലിക്കുന്നത്.
മുമ്പത്തെ പോലെ ഹോട്ടലുകൾ അടച്ചിടുന്നുണ്ടെങ്കിലും വൈകുന്നേരത്തോടെ പലഹാരങ്ങൾ ഉണ്ടാക്കി തുറന്നു വെക്കാൻ തുടങ്ങി. അത്താഴമുട്ടുകാർ വിടവാങ്ങി. ഒടുവിലെ 10 നാളിൽ വസ്ത്രങ്ങൾ വാങ്ങാനും മൈലാഞ്ചി ചോപ്പണിയുമാനുള്ള തിരക്കുകൾ ഇല്ലാതായി. സമയമില്ലെന്ന സ്ഥിരം ആവലാതിയിൽ നിക്കാഹുകളടക്കം നോമ്പുകാലത്തായി. എല്ലാം റെഡിമെയ്ഡായി വീട്ടകങ്ങളിൽ എത്തിയപ്പോഴും ഒന്നും തിരിച്ചു കിട്ടില്ലെന്നറിവോടെ ഓർമ്മകളിൽ മുഴുകുകയാണിവർ. പെരുന്നാളിന് മാത്രം പുത്തനുടുപ്പ് വാങ്ങിയിരുന്ന ഒരു കാലം, മൈലാഞ്ചി ചോപ്പും കുപ്പിവളകളും അണിഞ്ഞ് ചെറിയ പെരുന്നാളിനെ കാത്തിരുന്ന കാലം. ഇന്നതെല്ലാം ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ മാത്രമായി. എന്നും പുത്തനുടുപ്പും സിന്തറ്റിക് മൈലാഞ്ചിയും അണിയുന്നവർക്ക് 30 ദിവസം ഉമിനീരിറക്കാത്ത നോമ്പിന്റെ വിശുദ്ധിയോ പെരുന്നാളിന്റെ പോരിശയോ ഉൾക്കൊള്ളാനായെന്ന് വരില്ല. ലോകമെമ്പാടുമുള്ള ഇന്ത്യ വിഷൻ പ്രേക്ഷകർക്ക് ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് സ്പെഷ്യൽ കറസ്പോണ്ടന്റിന്റെ ഈ ലക്കം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.